സ്റ്റാർട്ടിംഗ് സ്റ്റേജിലുള്ള ടെക്നീഷ്യന്മാരൊക്കെ പലപ്പോഴും നമ്മൾ ചാർജിങ് പിന്നൊക്കെ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് അതിന്റെ മൈക്ക് കംപ്ലൈന്റ് ആയി പോകുന്നതും അല്ലെങ്കിൽ അടുത്തുള്ള കണക്ടറുകളൊക്കെ ഡാമേജ് ആയി പോകുന്നത് കോമൺ ആയിട്ട് വരുന്ന ഒരു ഇഷ്യൂ ആണ്. സോ അത് മെയിൻ ആയിട്ട് ഉണ്ടാവാനുള്ള ഒരു കേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബ്ലോവർ ഉപയോഗിച്ചിട്ട് ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പൊ നമുക്ക് അയൺ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ നമുക്കൊരു ചാർജിങ് പിൻ ചേഞ്ച് ചെയ്യാന്നുള്ളത് നോക്കിയാലോ. ചേഞ്ച് ചെയ്യുന്ന മെത്തേഡൊക്കെ സെയിം തന്നെയാണ്. ബ്ലോവറിന് പകരം അയൺ യൂസ് ചെയ്യേണ്ടത് തന്നെ ഉള്ളൂ. നമ്മൾ ചാർജിങ് കണ്ടന്റ് 4 ഭാഗത്തും കുറച്ച് ഫ്ലെക്സ് ആക്കിയതിനു ശേഷം ലെഡ് 4 ഭാഗത്തും ആക്കി കൊടുക്കുക. അപ്പൊ നമ്മൾ ആദ്യം ഇതിന് മുന്നേ വീഡിയോ ചെയ്തിരുന്നു. അതേ സെയിം മെത്തേഡ് തന്നെയാണ്. നമ്മൾ പുതിയ ലെഡ് ആക്കി കൊടുക്കുന്നത് പഴയ ലെഡിന്റെ ഒന്ന് മെൽറ്റ് ആവാനും പെട്ടെന്ന് ആ ഒരു പൈലറ്റിന്റെ സ്ട്രോങ് ഒന്ന് കുറക്കാനും വേണ്ടിയിട്ടാണ്. പക്ഷെ നമ്മൾ അയൺ ഉപയോഗിച്ചുകൊണ്ട് 4 ഭാഗത്ത് ഒന്നും കൂടി ഒന്ന് മെൽറ്റ് ആക്കി കൊടുക്കും. നമ്മൾ അയണിൽ ഒരു 350 അല്ലെങ്കിൽ 400 ഒക്കെ സെറ്റ് ചെയ്യാം. ഞാൻ ഇവിടെ മെക്കാനിക്കൽ അയണാണ് യൂസ് ചെയ്യുന്നത്. സോ അതിനിപ്പോൾ ഒരു 350 ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ ഈ ഒരു 4 ഭാഗത്ത് നല്ല രീതിയിൽ ലെഡ് പിടിപ്പിച്ചതിന് ശേഷം കുറച്ചുകൂടി ഫ്ലെക്സ് ആക്കിയിട്ട് നമ്മൾ ലെഡ് എന്ത് ചെയ്യുക, നമ്മൾ ഈ ഒരു സിസിയുടെ മുകൾ ഭാഗത്ത് കുറച്ച് ഫ്ലെക്സ് ആക്കിയിട്ട് കുറച്ച് ലെഡ് ആ സിസിയുടെ മുകൾ ഭാഗത്ത് നല്ല രീതിയിൽ ഒന്ന് പിടിപ്പിച്ചു കൊടുക്കുക. നമ്മുടെ സിസിയുടെ മുകൾ ഭാഗത്ത് അത്യാവശ്യം നല്ല രീതിയിൽ ലെഡ് ആക്കണം. അതിനുശേഷം നമ്മൾ അയൺ ഒരു 20 അല്ലെങ്കിൽ 30 മിനിറ്റോളം പിടിച്ച് നിൽക്കേണ്ടി വരും. നമ്മൾ അയണിന്റെ ഹീറ്റ് അനുസരിച്ചായിരിക്കും. എങ്ങനെയായാലും നമ്മുടെ ബ്ലോവർ പിടിക്കുന്നതിന്റെ ഒരു നേരെ ഡബിൾ ആയിട്ട് തന്നെ അത് അയൺ ആ ഒരു സിസിയിൽ പിടിച്ച് നിൽക്കുന്നത്. നല്ല രീതിയിൽ ഹീറ്റ് ആകുമ്പോൾ തന്നെ തൊട്ടടുത്തുള്ള ലഡും കാര്യങ്ങളൊക്കെ മെൽറ്റ് ആയിട്ട് വരും. നമുക്ക് ഇതേപോലെ പതുക്കെ നമുക്ക് ഇളക്കിയെടുക്കാം. അതിനുശേഷം വരുന്ന പ്രൊസീജിയറൊക്കെ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെയാണ്. നമ്മളെ സിസി നല്ല രീതിയിൽ ഒന്ന് പുതിയ ലെഡ് ഇട്ട് ക്ലീൻ ചെയ്തെടുക്കുക. ശേഷം നമ്മളെ വിക്ക് ഉപയോഗിച്ചിട്ട് ആ പഴയ ലെഡും കാര്യങ്ങളൊക്കെ നല്ല വൃത്തിക്ക് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക. ശേഷം നമ്മൾ ടിന്നർ ഉപയോഗിച്ചിട്ട് വീണ്ടും ഒന്ന് ക്ലീൻ ചെയ്യുക. നമ്മൾ ഏത് വർക്ക് ചെയ്യുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ബോർഡ് ഒന്ന് ക്ലീൻ ചെയ്യുന്നത് വളരെ നല്ലതാണ്. പിന്നെ കുറച്ച് ഫ്ലെക്സ് ആക്കിയതിനു ശേഷം നമ്മൾ പുതിയ സിസി അവിടെ ഫിക്സ് ചെയ്യുക. പുതിയ സിസി ഫിക്സ് ചെയ്യുന്നതിന് മുന്നേ ആ സിസിയിൽ കുറച്ച് ലെഡ് ആക്കി കൊടുക്കണം. അതേപോലെ തന്നെ നമ്മൾ ബോർഡിൽ വരുന്ന 4 കണക്ഷനിലും പുതിയ ലെഡ് ആക്കി കൊടുക്കണം. സിസിയിൽ ലെഡ് ആക്കുമ്പോൾ ഒന്ന് ചുരണ്ടി കൊടുക്കുന്നത് നല്ലതാണ്. നല്ല അയണാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ആവശ്യമില്ല. നിങ്ങള് ലോക്കൽ അയണൊക്കെ ആണെങ്കിൽ ഒന്ന് ചുരണ്ടിയിട്ട് ലെഡ് ആക്കി കൊടുക്കുന്നതാണ് പെട്ടെന്ന് തന്നെ. ശേഷം നമ്മളെ സിസി നമ്മളെ ബോർഡിൽ വെച്ചതിന് ശേഷം ബാക്കിൽ വരുന്ന 5 കണക്ഷൻസ് കറക്റ്റ് ആയിട്ട് ഒന്ന് ഷോൾഡർ ചെയ്ത് കൊടുക്കും. അതിനുശേഷമാണ് ബാക്കി വരുന്ന സൈഡിൽ വരുന്ന ആ ഒരു പിടുത്ത് നമ്മൾ ഷോൾഡർ ചെയ്ത് കൊടുക്കലുള്ളത്. സോ ഇത് ആദ്യം തന്നെ ഷോൾഡർ ചെയ്ത് കൊടുത്താൽ മറ്റേത് കറക്റ്റ് ആയിട്ട് പിന്നെ നിൽക്കാത്തൊരു ഇഷ്യൂ വരലുണ്ട്. നമ്മൾ ആദ്യം 4 കാല് ഷോൾഡർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കണക്ഷൻസ് കറക്റ്റ് ആയിട്ട് നിൽക്കാത്തൊരു ഇഷ്യൂ വരലുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ബാക്കിലത്തെ 5 കണക്ഷനാണ് കറക്റ്റ് ആയിട്ട് ഷോൾഡർ ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മളെ 4 പിടുത്തം കൂടി കറക്റ്റ് ആയിട്ട് ഒന്ന് ഷോൾഡർ ചെയ്ത് കൊടുക്കും. ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ശേഷം നമ്മൾ കൂടുതലൊന്ന് ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് അതിന്റെ ബാക്കിൽ കുറച്ച് വ്യൂവും കൂടി ഇട്ടെടുത്താൽ സാധനം പക്കായിട്ട് തന്നെ നമുക്ക് കസ്റ്റമർക്ക് ധൈര്യമായിട്ട് കൊടുക്കാം. റിട്ടേൺ വരുന്ന കേസാണെങ്കിലും ഒരു 99% റെഡി ആയിരിക്കും. പിന്നെ ഫുൾ വർക്ക് കഴിഞ്ഞ് ഒന്ന് ടിന്നർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുന്നത് നല്ലതാണ്. ശേഷം നമ്മൾ 3 സെക്കൻഡ് വ്യൂവും കൂടി ഇട്ട് കഴിഞ്ഞാൽ സാധനം പക്കായിട്ട് തന്നെ അവിടെ നിന്നോളും. അപ്പൊ എന്തായാലും നമ്മുടെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പൊ എന്തെങ്കിലും ഡൗട്ട് കാര്യമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു വീഡിയോയുടെ കമന്റ് ബോക്സിൽ ചോദിച്ചാൽ മതി, ഞാൻ റിപ്ലൈ തരാം. അതേപോലെ തന്നെ നമ്മളൊരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കൂടുതൽ വീഡിയോസിനും മക്കളൊന്ന് ഫോളോ ചെയ്യാനും മറക്കരുത്. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.